മണിക്കാണ് അന്തരിച്ച പ്രശസ്തനായ നാടകത്തിൽ ആരോഗ്യ കുട്ടിയുടെ അനുസ്മരണം. അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചതിന് പകരം നമ്മൾ പറഞ്ഞത് ഞാൻ മാത്രം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ചർച്ചയുടെ ആദ്യസ്ഥാനം പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ സ്വാഗതം പറഞ്ഞ അദ്ദേഹം ഞാനേറെ ബഹുമാനിക്കുന്ന എൻ്റെ ബന്ധുക്കളുടെ എല്ലാ അധ്യാപകരെ രക്ഷസാറിന്റെ വാക്കുകൾ എന്നെ വല്ലാതെ അവസരപ്പെട്ടു. കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ പോകണം. കാരണം ഈ സാഹിത്യകാരന്മാര് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കവികളോ കലാകാരന്മാർ വിചാരിച്ചാൽ ഈ ലോകം മാറ്റി മറിക്കുക എന്നൊരു മിഥ്യാധാരണ നമുക്ക് എല്ലാവർക്കും ഒരു ചുക്ക് നമുക്ക് വളരെ അർത്ഥം മനസ്സിലായി. രവീന്ദ്രനാഥ ടാഗോറിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ജനം വിലയിരുത്തിച്ചിരുന്നു. കാരണം അവരത്ര പരിശുദ്ധമായിട്ട് ജീവിച്ചിരുന്നത്. ഇന്നത്തെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഞാനടക്കമുള്ളത് ഭൂലോക കവമാരും. സാംസ്കാരിക നായകർ എന്നവരെ പറയാൻ പാടില്ല. അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി കർണാടകയുടെ മുമ്പിൽ വാലാട്ടിൽ നിന്ന് ശത്രുക്കളെ കുറയ്ക്കുകയും ചെയ്യുന്ന സാംസ്കാരിക നായകളാണ്. സാംസ്കാരിക നായകരല്ല. അവരെന്ന് ആ നായകരിൽ നിന്ന് രൂപപരിണാമം സംഭവിച്ച് മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും സ്നേഹത്തിന്റെയും ലോകത്തേക്ക് അവർ തിരിച്ചു വരുന്നു. അന്ന് സമൂഹം കഴിക്കുന്നു. ഈ അടുത്ത കാലത്തും നമ്മളൊക്കെ എനിക്ക് 75 വയസ്സായി. ഒരു 50 കൊല്ലം കൂടി ജീവിക്കണമെന്നാണ് ആഗ്രഹം. 50 കൊല്ലം കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നേക്കാം. സാഹിത്യകാരന്മാരും കലാകാരന്മാരും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടം വന്നേക്കാം. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഒട്ടും പ്രതീക്ഷിക്കേണ്ട. സാറൊട്ടും കാരണം അദ്ദേഹം ഞങ്ങൾ പല രോഗങ്ങളും നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്ക് പഠനമാണ്. എത്രയോ കുട്ടികളെ ധർമ്മത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മാനവികതയും ലോകത്തേക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മബന്ധത്തിലൂടെ ഇത് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കെല്ലാം ഊഹിക്കാവുന്ന കാര്യമാണ്. കൊച്ചി മൻസൂറിന്റെ ധ്യാനം കഴിഞ്ഞ് നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ കൈയടിച്ചു കൊടുക്കും. ഒരു ബാബുള്ള ശരിയുടെ നാടകം കണ്ടാൽ എന്റെ നാടകം കണ്ടത് അദ്ദേഹത്തിന്റെ രാജായുടെ പരിപാടികളൊക്കെ കണ്ടെന്ന് ആസ്വദിച്ചു പോകും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ശത്രുക്കളാണ് നമ്മളെല്ലാവരും. അവിടെ ഉണ്ട് കാര്യം. അവിടെ നിന്ന് കൈയടിച്ച് ഗംഭീരമാണെന്ന് പറയുന്ന ആളുകൾ ഇറങ്ങി എന്നിട്ട് പറയുന്നത് കൊച്ചി മനസ്സിലാക്കുക കിടന്നതായിട്ട് പറഞ്ഞിട്ട് രാജാക്കന്മാരുടെ പ്രബോധനത്തിനൊക്കെ അറിയുന്നു എന്ന് പറയുന്ന അവിടെയാണ്. കാരണം നമ്മുടെ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളോടൊപ്പമുള്ള ആളുകൾ അനുഭവിക്കാനായിട്ട് വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നമാണ്. കാരണം അങ്ങനെ ഒരു തുറന്ന മനസ്സ്, തുറന്ന ചിന്ത, വിശാലമായ ഒരു കാഴ്ചപ്പാടെന്നുള്ളതല്ല സാഹിത്യകാരന്മാർ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് പറയാൻ വലിയ മാത്രമായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാൽ വിശ്വസിക്കാനുള്ളതൊരു ഉറപ്പാണ്. ഞാനിപ്പോ ആള് കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഇപ്പൊ എന്റെ വേഷം കണ്ടാൽ തന്നെ ഒരു BJP ചോദിച്ചു BJP ആളാണെന്നൊക്കെ പലതിനും ചോദിച്ചു. BJP പറയുന്നത് നാളെ പോകുന്ന പത്മശ്രീ അല്ലെങ്കിൽ ഞാൻ പോകും. അതാണ് സാഹിത്യകാരൻ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും. അതിനു വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടി വാലാട്ടി വിളറിയിരിക്കുന്ന ആളുകൾ ഈ വർഗം. അവർക്ക് രാജ്യത്തിന്റെ നന്മയോ സമൂഹത്തിന്റെ നന്മയോ സമൂഹത്തിന്റെ യോഗ തരത്തിലില്ല. ഉണ്ടെന്ന് നമ്മൾ വിശ്വസിപ്പിച്ചുകൊണ്ട് അതില്ലാത്ത ജീവിതത്തിലാണ്. അതുകൊണ്ട് അവരെ നമ്പി ഈ സമൂഹത്തിന് മാറ്റം വരുത്തുന്ന അത് കഴിയുമല്ല സാക്ഷാൽ ആദ്യം വിചാരിച്ചപ്പെടുന്ന പാടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ദീർഘമായ സുഹൃത്താണ്. താങ്കൾ സുഹൃത്താണ്. 1972 എന്റെ നാട്ടിലെ എന്തെങ്കിലും സിനിമ പിടിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്ത് ഞാൻ നാളത്തെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പോകുന്നതാണ്. അതൊക്കെ ഒരു സൈക്കിളൊക്കെ നടത്തുക പാട്ടൊക്കെ പാടിങ്ങനെ അന്ന് പറയുന്നത് 72 വർഷം വളരെ അറിയുന്നു. ഞാൻ പറഞ്ഞത് അദ്ദേഹമൊക്കെ പ്രവർത്തിച്ച അന്നത്തെ പ്രവർത്തനം വെറുതെ വെള്ളത്തിന് ഈ വെള്ളത്തിന് എഴുത്തച്ഛൻ പറഞ്ഞൊരു പ്രാണി വെള്ളത്തിന് ഒഴികഴിഞ്ഞ് ഓടിയാണ്. അദ്ദേഹം എഴുതിയ ഒരു പ്രതി ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ എഴുത്തച്ഛനാണ്, വെള്ളത്തിന് എഴുത്തച്ഛനാണ്. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വേണമല്ല. ഞാനിത് പറയുന്നത് ആത്മബന്ധത്തിലൂടെ ഇന്ന് ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ആവരുന്ന് ആഗ്രഹിച്ചുകൊണ്ട്
പക്ഷെ പറയാതിരിക്കുന്നത് ഇപ്പൊ പുതിയതാണ്, പരിഹാരമാണ്. എന്തൊക്കെ സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റും. എങ്കിലും ഇതുപോലുള്ള അരവിന്ദർ ഷബാറിനെ പോലുള്ള ആളുകളുടെ ആരോഗ്യമുള്ള ആളുകളുടെയൊക്കെ നന്മ നിറഞ്ഞ ചില പ്രവർത്തനങ്ങൾ ആശയയുടെ ചെറിയ കിരണം നമുക്ക് വരുന്നുണ്ട്. അത് ജ്വലിപ്പിക്കാൻ നമുക്ക് കൂടുതൽ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായാലും കരിമണ പ്രവർത്തനങ്ങളുമായി ഞാൻ നേരത്തെ ബന്ധപ്പെടുന്നത് ഇത്തരം പരിപാടികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ വൃദ്ധായാമാണോ തോന്നിയാൽ പോലും ഞാൻ ഒരുപാട് അതിനുവേണ്ടി അധ്വാനിക്കും. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എൻ്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. എൻ്റെ വാക്കുകൾക്ക് ഇത്തിരി കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ എന്നെ വിളിച്ച രണ്ടാമതാരും വിളിക്കാറില്ല. എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഗുരുത്തുള്ളതാണ്. ആ ഗുരുത്വം ഇവിടെ മാത്രം ഭരിക്കുമെങ്കിൽ അന്ന് പറയാൻ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.